നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നും ഒരു പാചകത്തിൻ്റെ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നൊരു സാധനം അല്ലേ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. അപ്പം നമുക്ക് ഇന്ന് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി ആയാലോ, ഒരു നാടൻ ഉരുളക്കിഴങ്ങ് കറി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഈ നാടൻ ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സവാളയാണ്, ഒരു സവാള രണ്ടായിട്ട് ഇങ്ങനെ ചേർന്നിരുന്നതുകൊണ്ടാണ് 2 ഇടത്തര സവാള എടുത്തിട്ടുണ്ട്. അപ്പം ഒരു തക്കാളി, 3 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 ചുമന്നുള്ളി, പിന്നെ ഒരു 6-7 സ്പൂണോളം തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ പൊടിവകകൾ എന്ന് പറയുമ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. കൂടാതെ നമുക്കിനി ഇതിന് കൂടാതെ വേണ്ടത് വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റണം. അപ്പോൾ ഈ തേങ്ങ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതായത് ചുമന്നുള്ളിയും കൂടി അരിഞ്ഞതിനകത്ത് ചേർക്കാം. ഒരു ലേശം കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയെ നമുക്ക് നല്ല ബ്രൗൺ നിറമാവട്ടെ, അതുവരെ നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ചുവന്നുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കും. അപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും ചേർത്തു. കൂടാതെ അത് ഞാൻ അരിഞ്ഞ് വെച്ച ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് തേങ്ങ ബ്രൗൺ നിറമാക്കണം. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ച തേങ്ങ നന്നായിട്ട് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച മസാല എല്ലാം കൂടി എടുത്തിടുകയാണ്. അതായത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി അതും നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്തതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് അതിലേക്ക് മിക്സ് ആയതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഇത് ഒന്ന് ആറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഞാൻ ആറാനായിട്ട് മാറ്റി വെച്ച സമയം കൊണ്ട് അടുത്ത ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്കിതിലേക്ക് ഈ സവാളയെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിടാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സവാളയെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കീറി വെച്ചിരിക്കുന്ന 3 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടുക. അതും കൂടി അതിനകത്ത് കിടന്ന് വഴറ്റിക്കോളും. സവാളയും ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയും വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഈ രീതിയിൽ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇതിനെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഈ ഉരുളക്കിഴങ്ങിന് 2 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർക്കാം. അതുകൊണ്ട് ഞാൻ അരപ്പ് ചേർത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനിതിനെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങിനെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. എൻ്റെ കറി നന്നായിട്ട് ഉരുളക്കിഴങ്ങ് കറി നന്നായിട്ട് തിളച്ച് റെഡി ആവുന്നുണ്ട്. ഒന്നുകൂടെ കുറുകണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കടുക് താളിച്ചും കൂടി ഇടാനാണ്. കടുക് വറുത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് നമുക്ക് കുറുകി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതാണ്ട് എൻ്റെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ വെക്കുന്ന ശൈലിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവരും ടാറ്റാ.